ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഈ അരിയുടെയും വെള്ളത്തിന്റെ അളവിന്റെയൊക്കെ ഒരു ഗ്രാഹിക്കുറവില്ലേ, പിന്നെ ഈ കുക്കറിന്റെ വലിപ്പം ഇല്ലായ്മ, അതാണ് നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു ഗതികേട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ ബിരിയാണി സക്സസ് ആവും. ആൻഡ് ദിസ് ഈസ് ഡേ 5 ഓഫ് ഇച്ചിരി ബെറ്റർ ദാൻ യെസ്റ്റർഡേ. പിന്നെ രാവിലെ തന്നെ നല്ല മഴയുണ്ട് പുറത്ത്, അതുകൊണ്ട് പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഈ ഒരു ക്രിസ്പി ഫ്ലേക്കി പപ്സും കൂടെ എനിക്ക് കഴിക്കാൻ തോന്നി. അത് നമ്മുടെ 90s ക്ലാസിക് കോമഡി മൂവി ക്ലിപ്സും കണ്ടുകൊണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിനി ബാക്ക് ടു അവർ വീക്കെൻഡ് സ്പെഷ്യൽ ബിരിയാണി കുക്കിംഗ്. അപ്പോൾ നേരത്തെ ആ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം തെറിക്കുന്നതൊക്കെ കണ്ടത് വേറൊന്നുമല്ല, ഒരു നല്ലൊരു ബിരിയാണി ചെമ്പിൻ്റെ അഭാവമായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോസിലേക്ക് പറഞ്ഞ പോലെ ഗംഭീരമായ കുക്കിംഗ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് പല പാത്രങ്ങളുടെ അഭാവം ഈ വീട്ടിൽ ഞാൻ കാണുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ബിരിയാണി ചെമ്പുണ്ടായിരുന്നെങ്കിൽ ഷടപടേന്ന് തീരേണ്ട ഒരു ബിരിയാണി കുക്കിംഗ് ആണ്. ഞാൻ ഒരു പാത്രത്തിൽ നിന്ന് ഇപ്പുറത്തെ പാത്രത്തിലോട്ട് വയ്ക്കുന്നു, എന്നിട്ട് രണ്ടിൽ ഡിവൈഡ് ചെയ്ത് ദമ്മ് വയ്ക്കുന്നു. അങ്ങനെ കുറേ ടൈം എടുത്തു, എൻ്റെ കൈ പൊള്ളി, അങ്ങനെ മൊത്തത്തിലൊരു മെസ്സി അവസ്ഥയായിരുന്നു. ശരിക്കും കുക്കിങ്ങിന് അതിൻ്റെതായ വെസലുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. ഞാനിപ്പോൾ ചെയ്ത പോലെ മെസ്സി ആക്കാണ്ട് കുക്കിംഗ് വേഗം അങ്ങോട്ട് ചെയ്യാമെന്ന് എഗെയിൻ ആൻഡ് എഗെയിൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ഏതൊരു പണിയെ പോലെ ആ ടൂൾസ് അടിപൊളിയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ഒന്നും ഇല്ലാണ്ട് സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേഗം അങ്ങോട്ട് കഴിച്ചിലാക്കാം. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അമ്മമാരൊക്കെ ഈ പാത്രങ്ങളോട് ഇതിന് മാത്രം അഭിനിവേശം കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനും. എന്തായാലും എൻ്റെ ഹൈദരാബാദി ബിരിയാണി ഒരുവിധം സക്സസ് ആയിട്ടുണ്ട്. അതിന് ഇത്രയും ഉണ്ടാക്കിയത് 2 ദിവസത്തേക്ക് നമ്മൾ ലഞ്ച് ആൻഡ് ഡിന്നർ ഇത് തന്നെയായിരിക്കും. അങ്ങനെ ലഞ്ചും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നവരാത്രിയാണ്, അപ്പോൾ ലൈറ്റ്സും മേളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നാളെ ഞാനൊരു വലിയൊരു മേളയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ പറയാം. പിന്നെ ബാംഗ്ലൂരിൽ മാസ്ക് ഇല്ലാണ്ട് പുറത്ത് പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുപോലെ ഈ ഒരു 100 ഡേ ജേർണിയിൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ പതിയെ പതിയെ ചില നല്ല മാറ്റങ്ങൾ ആഡ് ഓൺ ചെയ്യാന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. ആൻഡ് സോ ഫാർ എനിക്ക് ഈ ഒരു കുക്കിങ്ങിൽ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് ഈ ഒരു ഓൺലൈൻ ഫുഡ് ഓർഡറിംഗിൽ അതെനിക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇനി ഡേ 6 കാണാം.